ആക്രമണം. കാറിലെത്തിയ സംഘം ആക്രമിച്ചത് എറണാകുളം സ്വദേശികളെ. 4 പാലക്കാട് സ്വദേശികൾ പിടിയിൽ. വിവാദ കാഫിർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച മുൻ MLA KK ലതിക ഫേസ്ബുക്ക് പ്രൊഫൈൽ ലോക്ക് ചെയ്തു. KK ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ്. പോലീസ് നിഷ്ക്രിയമെന്നും ആക്ഷേപം. ബലിപെരുന്നാളിനെ വരവേൽക്കാനൊരുങ്ങി വിശ്വാസികൾ. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. നാളെ പള്ളികളിൽ പ്രത്യേക നമസ്കാരവും ഈദ്ഗാഹുകളും. ഹജ്ജ് കർമ്മത്തിന്റെ 3-ാം ദിനം ജംറയിൽ കല്ലേറ് കർമ്മം നിർവഹിച്ചു വിശ്വാസികൾ. തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ CPIM നേതൃയോഗങ്ങൾക്ക് തുടക്കം. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി CPI തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗം. CPIM-ൽ നേതാക്കൾ തമ്മിൽ പോരെന്ന് VD സതീശൻ. ഇടതു വലതു മുന്നണികൾ മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ഇന്ദിരാഗാന്ധി ഭാരതമാതാവ് എന്ന പ്രയോഗത്തിൽ വിശദീകരണവുമായി സുരേഷ് ഗോപി. കോൺഗ്രസിന്റെ മാതാവെന്നാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞത് തെറ്റായി പ്രചരിപ്പിച്ചുവെന്നും സുരേഷ് ഗോപി. തൃശൂർ DCC പ്രസിഡന്റായി VK ശ്രീകണ്ഠൻ ചുമതലയേറ്റു. K മുരളീധരനെ അനുകൂലിച്ച് DCC പരിസരത്ത് ഫ്ലെക്സ് ബോർഡ്. ആലപ്പുഴ ചെത്തിക്കടപ്പുറത്ത് മരങ്ങൾ മുറിച്ചു കടത്താൻ ശ്രമം. മുറിച്ചത് റവന്യൂ ഭൂമിയിലെ മരങ്ങൾ. പ്രതിഷേധവുമായി നാട്ടുകാർ. വാഹനം കസ്റ്റഡിയിലെടുത്ത് പോലീസ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന തർക്കം രൂക്ഷം. ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന നിർദ്ദേശം തള്ളി അൽമായ മുന്നേറ്റം. മേജർ ആർച്ച് ബിഷപ്പിന്റെ ഉത്തരവ് ചവിട്ടുകൊട്ടയിലിട്ട് പ്രതിഷേധം. ഇടപ്പള്ളിയിൽ സർക്കുലർ വായിച്ചു ഏകീകൃത കുർബാന അനുകൂലികളുടെ പ്രതിഷേധം.